Another day in the presence of the Almighty God. ദൈവവചനം നമ്മളോട് പറയുന്നു, ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു. മർക്കോസിന്റെ സുവിശേഷത്തില് ഈശോ പറയുന്നു, സമയം പൂർത്തിയായി, ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു, അനുതപിച്ച് സുവിശേഷത്തിൽ വിശ്വസിക്കുവിൻ. അതെ സഹോദരങ്ങളെ, നിന്റെ സമയം പൂർത്തിയായിരിക്കുന്നു. നിന്റെ ജീവിതത്തിലെ എല്ലാ വേദനകൾക്കും ദുഃഖങ്ങൾക്കും ഉള്ള പരിഹാരം, സൊല്യൂഷൻ നൽകപ്പെട്ട് കഴിഞ്ഞിരിക്കുന്നു. ക്രിസ്തുവിൽ വിശ്വസിക്കുക, അവന്റെ സുവിശേഷത്തിൽ വിശ്വസിക്കുക, നീ രക്ഷ പ്രാപിക്കും. മർക്കോസിന്റെ 2-ാമത്തെ അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നു, കുറെ ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ യേശു കഫർനാമിൽ തിരിച്ചെത്തി. അപ്പോൾ അവിടെ കുറെ ജനം അവൻ്റെ വീട്ടിലായിരുന്നു അറിഞ്ഞുകൊണ്ട് അവിടെയുള്ള ജനങ്ങൾ മുഴുവൻ അവിടെ ഒരുമിച്ച് കൂടുകയാണ്. അപ്പോൾ 4 പേർ കൂടി ഒരു തളർവാദ രോഗിയെ അവിടെ കൊണ്ടുവന്നു. അവന്റെ അടുക്കലെത്തുവാൻ അവർക്ക് സാധിച്ചില്ല, കാരണം അവിടെ മുഴുവൻ ജനമായിരുന്നു. എങ്കിലും അവർ നിരാശരായി തിരിഞ്ഞു പോയില്ല. അവർ ഉറച്ച തീരുമാനത്തോടെ ആ തളർവാദ രോഗിയെ ആ ഭവനത്തിന്റെ മേൽക്കൂര പൊളിച്ച് താഴേക്ക് ഇറക്കി. അവരുടെ വിശ്വാസം കണ്ട യേശു ആ തളർവാദ രോഗിയെ സുഖപ്പെടുത്തി അവനെ വീട്ടിലേക്ക് പറഞ്ഞു വിട്ടു. ഇതാണ് ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു എന്നതിൻ്റെ അടയാളം. നിന്റെ ചുറ്റുപാടും ആയിരങ്ങള് ഇതുപോലെ വിടുതൽ നേടിക്കൊണ്ടിരിക്കുന്നു. പ്രിയപ്പെട്ട ദൈവ പൈതലേ, ഇനി നീ യേശുവിന്റെ പക്കലേക്ക് വന്നിട്ടില്ലയോ? ദൈവം വിളിക്കുന്നു, അനുതപിക്കുക, ക്രിസ്തുവിൽ വിശ്വസിക്കുക, അവിടുന്ന് നിനക്ക് വിമോചനം തരും. ഇന്ന് നിന്റെ കർത്താവിന്റെ സന്നിധിയിൽ എത്തുവാൻ എന്താണ് നിനക്ക് തടസ്സം നിൽക്കുന്നത്? ഏത് മേൽക്കൂരയാണ് നീ പൊളിക്കേണ്ടത്? നിന്റെ അഹങ്കാരമാണോ? നിന്റെ അഹംഭാവമാണോ? നിന്റെ ധനമാണോ? നിന്റെ സമൂഹത്തിലെ സ്ഥാനമാണോ? നിന്റെ ചില കൂട്ടുകെട്ടുകളാണോ? അതോ ചില തഴക്ക ദോഷങ്ങളാണോ? ഏത് കൂര നീ പൊളിക്കണം? ചിന്തിച്ചു നോക്കുക. അത് പൊളിച്ച് യേശുവിന്റെ സന്നിധിയിലേക്ക് വരിക. അവിടെ നിനക്ക് സൗഖ്യമുണ്ട്, വിടുതലുണ്ട്, സന്തോഷമുണ്ട്. ദൈവത്തിനൊന്നേ പറയാനുള്ളൂ, ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു. ഇവിടെ ദൈവരാജ്യം സ്ഥാപിതമായിരിക്കുന്നു. ആ കർത്താവിനെ മഹത്വപ്പെടുത്തിക്കൊണ്ട് നമുക്ക് പാടാം, യേശു തന്നെ, യേശു തന്നെ കർത്താവ്. അവന്റെ അടുക്കലേക്ക് വരിക. ഈ ദിവസം കർത്താവ് നിന്നെ വിളിക്കുന്നു. Let us praise the Lord. യേശുവെന്നെ സ്നേഹിച്ചതിനാ ഞാനും അവനെ സ്നേഹിപ്പതിനാ സ്തോത്രത്തോടെ വാഴ്ത്തിടുമെൻ യേശുവിനെ. നന്ദിയോടെ വാഴ്ത്തിടുമെൻ നായകനെ. എല്ലാം ഒട്ടും മടങ്ങിയിടും നേരം എല്ലാ നാവും ഒന്നായി ചൊല്ലും, യേശു തന്നെ, യേശു തന്നെ കർത്താവ്. രാജാതിരാജനെഴുന്നള്ളുമ്പോൾ ധീരനാം ദൈവമെഴുന്നള്ളുമ്പോൾ ഹോസാന 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 ഹോസാന. യേശുവെന്നെ സ്നേഹിച്ചതിനാ ഞാനും അവനെ
സ്തോത്രത്തോടെ വാഴ്ത്തിടുമെൻ യേശുവിനെ. നന്ദിയോടെ വാഴ്ത്തിടുമെൻ നായകനെ. എല്ലാ മുട്ടും മടങ്ങിയിടും നേരം എല്ലാ നാവും ഒന്നായി ചൊല്ലും യേശു തന്നെ, യേശു തന്നെ കർത്താവ്. രാജാധിരാജനെഴുന്നള്ളുമ്പോൾ ധീരനാം ദൈവമെഴുന്നള്ളുമ്പോൾ ഹോസാന 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 ഹോസാന. വർഷം മുമ്പ് അവൻ വന്നപ്പോൾ അവനെ ജെറുസലേം നിവാസികൾ ഓസാന പാടി എതിരേറ്റു. എന്നാൽ അവൻ ഓസാന പാടാത്ത ഒരു സമൂഹം ഉണ്ടായിരുന്നു. അവരോട് അവൻ പറഞ്ഞു, ദൈവത്തെ മഹത്വപ്പെടുത്തുന്നതിൽ നീ ലജ്ജിക്കേണ്ട. നീ ലജ്ജിച്ചാല് ഈ കല്ലുകളോട് ഞാൻ ഓസാന പാടാൻ പറയും, അവ പാടുകയും ചെയ്യും. അതേ സഹോദര, ഇന്നും ദൈവത്തെ മഹത്വപ്പെടുത്താൻ നിനക്ക് ലജ്ജയുണ്ടോ? യേശുവിനെ മഹത്വപ്പെടുത്തുക. മുട്ടും മടങ്ങിയിടും നേരം എല്ലാ നാവും ഒന്നായി ചൊല്ലും യേശു തന്നെ, യേശു തന്നെ കർത്താവ്. രാജാധിരാജനെഴുന്നള്ളുമ്പോൾ ധീരനാം ദൈവമെഴുന്നള്ളുമ്പോൾ ഹോസാന 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 ഹോസാന.